കുവൈത്തിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറെ നിയമിച്ചുള്ള അധികാരപത്രം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചു. പുതിയ അംബാസിഡർ പരമിത തൃപ്തി വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിക്ക് അധികാരപത്രം സമർപ്പിച്ചു. നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റാമ്പ് ശേഖരം പുറത്തിറക്കി. ഖത്തർ മ്യൂസിയംസും ഖത്തർ പോസ്റ്റൽ സർവീസ് കമ്പനിയും ചേർന്നാണ് സ്റ്റാമ്പുകൾ പ്രകാശിപ്പിച്ചത്. അബുദാബിയിലെ അൽദഫ്ര മേഖലയിലെ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഡിസംബർ 12 മുതൽ ജനുവരി 3 വരെ ലിവ മരുഭൂമിയിലാണ് ഫെസ്റ്റിവൽ നടക്കുക. പ്രവേശനം സൗജന്യമാണ്. മാംസം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വാങ്ങണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിപണികളെയും കശാപ്പുശാലകളെയും നിരീക്ഷിക്കുന്നത് തുടരുന്നുണ്ടെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി. പുതിയ അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ നിർമ്മാണത്തിന്റെ പുരോഗതി കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബ വിലയിരുത്തി. പദ്ധതി സ്ഥലം നേരിട്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച കടകളിലും കെട്ടിടങ്ങളിലും വ്യാപക പരിശോധനയുമായി കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സ്. ബിനീത് അൽഗറിൻ നടന്ന പരിശോധനയിൽ ചട്ടം ലംഘിച്ച ചില സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ബഹ്റൈനിലെ ഈ വർഷത്തെ ക്യാമ്പിംഗ് സീസണിൽ സഖീർ പ്രദേശത്തെ വാണിജ്യേതര ടെന്റ് സെറ്റുകൾക്ക് 100 ദിനാർ ഡെപ്പോസിറ്റ് ഏർപ്പെടുത്തി. ലക്ഷ്യം ശുചിത്വം ഉറപ്പാക്കൽ.